Hi dears, within 10 minutes നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് പഠിക്കാം. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ് കാണുക. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 കേസ് സ്റ്റഡിയാണ്. ഏതാണ് ചാപ്റ്റർ? ദ ഫ്രഞ്ച് റവല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കേസ് സ്റ്റഡിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കാണണേ. നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പാസേജ് കെയർഫുള്ളായിട്ട് റീഡ് ചെയ്യുക. ഈ ഒരു പാസേജ് വായിച്ചതിന് ശേഷം ഇതിന് താഴ്മ നമുക്ക് എന്തുണ്ടാവും, സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 3 to 4 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യും, ഈ ഓരോ പാസേജിൻ്റെതായ ഉണ്ടാവും. ഈ പാസേജ് വായിച്ചതിന് ശേഷം, ഈ പാരഗ്രാഫ് വായിച്ചതിന് ശേഷം ആ ക്വസ്റ്റ്യൻസ് വായിക്കുക. ഇങ്ങനെയാണ് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇങ്ങനൊരു പാസേജ് ഉണ്ടാവും, അതൊക്കെ പാസേജ് വായിക്കുക. എന്നിട്ട് നമ്മൾ നേരെ ക്വസ്റ്റ്യൻസ് വായിക്കുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഈ കാണുന്ന പാസേജിൽ ഈ പറഞ്ഞ പാരഗ്രാഫിൽ എന്ത് ചെയ്യുക, മക്കളെടുത്ത് എഴുതുക. ഇങ്ങനെയായിരിക്കും കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നമുക്കിവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഇത് ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് റിലേറ്റഡ് ആണ്. പാരീസിലെ ഈ പറയുന്ന 14th July 1789 ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസിഡൻ്റ് ആണ്. ഒരു റൂമേഴ്സൊക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അല്ലേ, ഈ പറഞ്ഞതുപോലെ തന്നെ ഫയർ ചെയ്യാണ് സിറ്റിസണിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്നൊക്കെയുള്ള റൂമറും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആവുന്നു. അപ്പോൾ ഈ സമയത്ത് എങ്ങനെ റിയാക്ട് ചെയ്തു, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാസേജിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാസേജിന് ബേസ് ചെയ്തിട്ട് നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, വെൻ ആൻഡ് വൈ പാരീസ് ഇൻ എസ്റ്റേറ്റ് ഓഫ് അലാം എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. വെൻ ആൻഡ് വൈ നമ്മൾ ഓൺ ദി ബേസ് ഓഫ് ദി പാരഗ്രാഫ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ പാരഗ്രാഫ് നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ആ പാസേജിൽ നിന്ന് ആൻസർ എന്ത് ചെയ്യണം, കണ്ടെത്തി എഴുതണം. അപ്പോൾ നമ്മുടെ ആൻസർ ഇതാണ്. ഓൺ ദ മോർണിംഗ് ഓഫ് 14th July 1789 the city of Paris was in a state of alarm. The king had commanded troops to move into the city. Rumors spread that he would be soon ordered to army or to open fire upon to the citizen. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്, എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് എന്നുള്ള ചോദ്യത്തിന് ആൻസർ നമുക്ക് ഇവിടെ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എന്താ പറയുക ലൈൻസിൽ തന്നെ എന്തുണ്ട്, നമ്മുടെ ആൻസർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ ഫസ്റ്റ് ലൈനിൽ തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടും ആൻസർ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. ഇതുവരെയാണ് ആൻസർ വരിക. ഓക്കെ, ഈ 3 ലൈൻസാണ് എന്ത് ചെയ്യുക അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പാരഗ്രാഫ് എന്നായിരിക്കണം ആൻസർ മക്കൾ എന്ത് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് കിൽഡ് ഇൻ എ ആർമഡ് ഫൈറ്റ് ഇൻ ദ ഫോർട്രസ് ഓഫ് ബാസിൽ ഫോർട്രസ് ഉണ്ടായിട്ടുള്ള ആർമഡ് ഫൈറ്റിൽ ആരാണ് കില്ല് ചെയ്യപ്പെട്ടത്, കമാൻഡറാണ് കില്ല് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് several hundred പീപ്പിൾസ് മാർച്ച്ഡ് ടുവേർഡ്സ് the eastern part of the city and stormed the fortress prison, the Bastille, where they hoped into the find ammunition. The armed fight had that followed. The commander of the Bastille was killed and prisoners were released. അപ്പോൾ കമാൻഡർ ഓഫ് ബാസ്റ്റിൽ പ്രിസൺ ആണ് ചെയ്തിട്ടുള്ളത്, കില്ല് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ബാസ്റ്റിൽ പ്രിസണിലെ കമാൻഡറാണ് കില്ല് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പ്രിസണേഴ്സ് ഈ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ കമാൻഡറാണ് കില്ല് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഹു വാസ് കിൽഡ് ആൻഡ് ആർമഡ് ഫൈറ്റ് ഇൻ ദ ഫോർട്രസ് ബാസ്റ്റിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രമാത്രം കൊടുത്താലും മതി. ഓക്കെ, കമാൻഡർ ഓഫ് ദ ബാസിൽ വാസ് കിൽഡ്, ഇത്രയും മാത്രം കൊടുത്താലും മതി. ഇതൊരു പാസേജിൽ ഉണ്ടാവും. ആ പാസേജിൽ നിന്ന് എന്ത് ചെയ്യണം, കൃത്യമായിട്ടും ഔട്ട് എടുത്ത് എഴുതാൻ പറ്റണം. ഓക്കെ, ഈ പാസേജിലെ ആൻസർ വരുന്നുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം, പുറത്തെടുത്ത് അതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റണം, എഴുതാൻ പറ്റണം. ഓക്കെ, കമാൻഡർ ഓഫ് ദ ബാസിൽ വാസ് കിൽഡ്. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് പീപ്പിൾ ഹേറ്റ് ബാസിൽ, എന്തുകൊണ്ടാണ് പീപ്പിൾ ബാസിലിനെ ഹേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ വെറുത്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ആൻസർ കാണാൻ പറ്റും. ബാസിൽ പ്രിസൺ ഫോർട്രസ് ആയിട്ടുള്ള ഈ ഒരു പ്രിസണിനെ പീപ്പിൾസ് എന്തായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്, ബോർബൺ ഡൈനാസ്റ്റിയുടെ സിമ്പിളായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ബാസിൽ വാസ് ഹേറ്റഡ് ബൈ ഓൾ ബിക്കോസ് ഇറ്റ് സ്റ്റുഡ് ഫോർ ദ ഡെസ്പൈറ്റ് പവർ ഓഫ് ദ കിങ്. കിങ്ങിൻ്റെ ഡെസ്പൈറ്റ് പവറും ബോർബൺ ഡൈനാസ്റ്റിയുടെ സിമ്പിളായിട്ടൊക്കെയാണ് ഈ പറഞ്ഞ ബാസിൽ പ്രിസണിനെ കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ കിങ്ങിൻ്റെ ഡെസ്പൈറ്റ് പവർ എന്ന് പറയുമ്പോൾ കിങ്ങിൻ്റെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള പവേഴ്സിൻ്റെ സിമ്പിളായിട്ടാണ് എന്തിനെ കണ്ടിരുന്നത്, ബാസിലിനെ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് പീപ്പിൾസ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയുന്ന ബാസിൽ പ്രിസണിനെ വെറുത്തിരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പാസേജിൽ എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ പാസേജ് എന്നാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്, ആൻസർ എടുത്ത് എഴുതേണ്ടത്. കൃത്യമായിട്ട് കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാം, പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാം, 1 വേർഡ് വരാം, 2 വേർഡ്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ഇനി നമ്മുടെ അടുത്ത ഒരു സെറ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇതും എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്, ഈ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷൻ റിലേറ്റഡ് ആയിട്ട് ആ ഒരു മൂവ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പാരഗ്രാഫാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ ചോദിക്കുന്നത്, ദ ടേം ഓൾഡ് റെജിം ഡിസ്ക്രൈബ് ആസ് എ സൊസൈറ്റി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രാൻസ് ബിഫോർ. ഇവിടെ നമുക്ക് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും എന്തുണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യനൊക്കെ എന്തുണ്ട് മക്കളെ, ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഓൾഡ് റെജിം
എന്നുള്ള ടേം ഫ്രഞ്ച് സൊസൈറ്റി എപ്പോഴത്തെ ഫ്രഞ്ച് സൊസൈറ്റിയാണ് ഓൾഡ് റെജ്യൂം എന്ന ടേമിൽ അറിയപ്പെട്ടിരുന്നതാണ് നമ്മുടെ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബിഫോർ 1789 മുമ്പുണ്ടായിരുന്ന ഫ്രഞ്ച് സൊസൈറ്റിയാണ് എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നത്? ഓൾഡ് റെജ്യൂം എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത്. വാട്ട് വാസ് ദ റേഷ്യോ ഓഫ് ദ പെസൻസിൻ്റെ റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പാരഗ്രാഫിൽ തന്നിട്ടുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? പെസൻസ് മെയ്ഡ് അബൌട്ട് 90% എന്നുള്ള റേഷ്യോ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 90% ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ അബൌട്ട് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദ ലാൻഡ് വാസ് ഓൺഡ് ബൈ നോബിൾസ്, ദ ചേർച്ച് ആൻഡ് അതർ റിച്ചർ മെമ്പർ ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ്. ഇവിടെ നമുക്ക് 60% ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ പാസേജിൽ കൃത്യമായിട്ടും തന്നിട്ടുണ്ട്. 60% എന്നുള്ളത് പാസേജിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ 60% ആണ് ലാൻഡ് ഓൺ ചെയ്തിട്ടുള്ളത്. ദ ഫ്യൂഡൽ ഡ്യൂസ് വെർ എക്സ്ട്രാക്റ്റഡ് ഫ്രം. ഫ്യൂഡൽ ഡ്യൂസ് എന്ന് പറയുന്നത് ബിസിനസ് മാനാണോ അല്ലെങ്കിൽ പെസൻസ് ആണോ ആർട്ടിസൻസ് ആണോ മേർച്ചൻസ് ആണോ കളക്ട് ചെയ്തിരുന്നത്? നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഫ്യൂഡൽ ഡ്യൂസ് ഒക്കെ കൊടുക്കേണ്ടി വന്നിരുന്നത് ആരായിരുന്നു മക്കളെ? പെസൻസ് ആയിരുന്നു. പെസൻസിനായിരുന്നു എന്തുണ്ടായിരുന്നത്? ഫ്യൂഡൽ ഡ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? പെസൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പാസേജിൽ നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റും. പാസേജ് എന്നാണ് എടുത്ത് എന്ത് ചെയ്യേണ്ടത്? ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ടും കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക, അതിൻ്റെ പാറ്റേൺ ഒക്കെ പഠിക്കുക, എങ്ങനെയാണ് ഇതിനൊക്കെ പഠിക്കുക. കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല മറ്റ് ടൈപ്പ് ഓഫ് എല്ലാ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മുടെ കംപ്ലീറ്റ് ടീം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. MCQs ആണെങ്കിലും എല്ലാ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്, ലൈവുകളും വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ടും ക്ലാസ്സസ് ഒക്കെ മക്കൾ എന്ത് ചെയ്യുക? കാണുക. അപ്പോൾ ക്ലാസ്സൊക്കെ കണ്ട് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളതൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തുക. അതുകൂടാതെ ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. ഇങ്ങനെ ഓരോ ക്ലാസ്സസും വരുമ്പോൾ അത് കൃത്യമായിട്ടും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടട്ടെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. താങ്ക് യു ഓൾ. ബൈ.